ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് വിശേഷം? എല്ലാവരും ചായയോടെയൊക്കെ കഴിഞ്ഞോ? നമ്മൾ രാവിലെ ഇവിടുത്തെ അത്യാവശ്യം ഒരുവിധ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നു. മോനകത്ത് പെയിൻറ്റിങ്ങിൻ്റെ അന്ന് പുട്ടിയൊക്കെ ഇട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെ മണ്ടയിൽ കൂടെ എന്തൊക്കെയോ പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെ അവൻ നടത്തുന്നു. അപ്പോൾ പണിക്ക് പോയല്ലോ, അവന് ഞായറാഴ്ച ദിവസമാണ്. ഇന്നലെയാണ് അവൻ ഒരുവിധം പണി ചെയ്തത്. അപ്പം ഞാൻ ഞായറാഴ്ച ഇല്ലായിരുന്നു, ഞാൻ തട്ടാരുപടിയിൽ ജോലിക്ക് പോയായിരുന്നു. അതിനകത്ത് ജോലിക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മോൻ ബാക്കി എൻ്റെ പണി ചെയ്യുന്നു. അവനിന്ന് പണിക്ക് പോയില്ല. അപ്പോൾ ചക്കിമോട് അച്ഛനും ഉണ്ട്, ഇവർ രണ്ടും കൂടാണ് ഇന്നലെ ഒരുവിധം ആക്കിയത്. ഇപ്പോൾ രാവിലെ അവനോടുണ്ട്, അപ്പോൾ അതൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വേറെ എന്താ, കൂടുതൽ രണ്ടാമത്തെ മോനാണ് കേട്ടോ, അവനാണിത് തനിയെല്ലാം ചെയ്യുന്ന എടുക്കുന്നതൊക്കെ. ചക്കിമോട് അച്ഛൻ ഇങ്ങനെ വന്നൊന്ന് വിളാമ്പി പോയതേ ഉള്ളൂ. പിന്നെ വേറെ എന്താണ്, ഇപ്പം നമുക്കിനി അടുക്കളയിലും പെരയെല്ലാം പണി. ഞാൻ ഓണത്തിലേക്ക് പെരയെല്ലാം തൂത്തുവാരി വൃത്തിയാക്കി, എല്ലാം തുടച്ച് വാരി എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട പെരയാണ്. അപ്പോൾ അവന് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അവൻ്റെ ഇഷ്ടമല്ലേ, അപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതെത്ര ആക്കിയിട്ട് ഇനി ബാക്കി അവിടെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെരയ്ക്കാൻ മൊത്തം പൊടി അഴുക്കും, അതിങ്ങനെ എന്നിട്ട് പൊടിയൊക്കെ അടിക്കുമല്ലോ, അത് പൊട്ടിയിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പൊടി അടിച്ച് പെരയ്ക്കാൻ മൊത്തം ഞാൻ കഴുകി പറക്കി വെച്ച പാത്രങ്ങളും കാര്യങ്ങളെല്ലാം പൊടിയായി. ഇനി ഒന്നേന്ന് പിന്നെയും ഞാൻ പണിയണം. അപ്പോൾ ഇനി തിങ്കളും ചൊവ്വ എനിക്ക് പണിയില്ല, ബുധനാഴ്ചയും കൂടെ പണിയുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് പെരയ്ക്കാതെല്ലാം ഒന്ന് ഒതുക്കണം. ഞാൻ പിന്നെ രാവിലെ ചവിട്ടി എല്ലാം വാരിയിട്ട് കഴുകി വെച്ചു. പക്ഷെ ഇന്ന് വെയിലൊന്നുമില്ല, എന്നാലും എല്ലാം കഴുകി വാരി വെച്ചു. ഇനി പാത്രങ്ങൾ, പൊടി പിടിച്ച പാത്രങ്ങൾ, പൊടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി പെയിൻറ്റിങ് അവർ നടത്തുന്നത്. അപ്പോൾ ഇനി പാത്രങ്ങളെല്ലാം പറക്കി ഒന്ന് കഴുകി പൊടി അടിച്ച് എല്ലാം വൃത്തിയാക്കി വെക്കണം. ഇന്ന് അതൊക്കെയാണ് പണി. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ. നിന്നോട് കാര്യം പറഞ്ഞാൽ അത് ഫോൺ വിളിച്ചായിരുന്നു. ആണോ? ഞാൻ വിചാരിച്ചു അവരോടുണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ വന്നു. അപ്പോൾ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ പൊടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞതോ എല്ലാം വാരി കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. ഇനി അതെല്ലാം വാരി കളയണം. ഇനി പൊടിയുടെ ഒന്നും ഇല്ലല്ലോടാ, തൂത്ത് വാരി എടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ പണി നടക്കുന്നതേ ഉള്ളൂ. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം കൂട്ടുകാരെ കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഈ സൈഡിലേക്ക് ചിരണ്ടി ഒന്ന് തൂത്ത് വാരി എടുക്കാം. അപ്പോൾ എളുപ്പം ഒതുങ്ങട്ട പണി. ഇവിടെ അവൻ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ അവിടെ എത്രയുടെ ഇങ്ങനെ ചിരണ്ടി നമുക്കിങ്ങനെ ചിരണ്ടാം. അവൻ പറഞ്ഞ ഇത് ലാസ്റ്റ് അവൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചെന്ന് പറ്റുന്നത്രയും ചെയ്ത് എളുപ്പമാകുമ്പം വൃത്തിയാക്കി കഴിയാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് തൂത്ത് വാരി എടുക്കാം. ഓൺലൈൻ വഴി ബ്ലൗസിന് വരുത്തി, അപ്പോൾ അത് മേടിക്കാൻ പോയായിരുന്നു കൂട്ടുകാരെ. അപ്പം നാളെ എൻ്റെ കുഞ്ഞിന് അവിടെ ഹോസ്പിറ്റലിൽ ഡാൻസൊക്കെ ഉണ്ട്. തിരുവാതിര. അപ്പോൾ ഇന്ന് നൈറ്റ് കഴിഞ്ഞ് വന്ന് ഇതുവരെ ഉറങ്ങിയൊന്നുമില്ല. റൂമെല്ലാം വൃത്തിയാക്കി, എല്ലാം കഴുകാനുള്ളതെല്ലാം വാരിയിട്ട് കഴുകി പറക്കി. വെയിലങ്ങനെ മഴ പെയ്യും വെയിലുറയ്ക്കും, മഴ പെയ്യും വെയിലുറയ്ക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലൗസ് പൊട്ടിക്കുന്ന കാണിക്കും, നോക്കട്ടെ. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ മോള് വാങ്ങിച്ച ബ്ലൗസ്. ഇതിൻ്റെ ബ്ലൂവിനും കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇനി 4-ാം തീയതിയൊക്കെ കിട്ടത്തുള്ളൂ. സാരി ഇതാണ് കൂട്ടുകാരെ, കസവ് സാരി. പക്ഷേ ഈ ഡിസൈനൊക്കെ കൊള്ളാം. പുലി വന്ന് കൂട്ടുകാരെ, ഏതോ കിടക്കുന്നു കൂട്ടുകാരെ. കണ്ടോ കണ്ടോ കണ്ടോ. അപ്പോഴും കൂട്ടുകാരെ നമുക്ക് പത്തനംതിട്ട വരെ ഒന്ന് പോകണം. അപ്പോൾ മോൾ ഉച്ചയ്ക്ക് പോയി. ഇപ്പോൾ വിളിച്ച് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോവാണ്. വേറെ ഒന്നുമല്ല, മോൾക്ക് ഡാൻസിന് നാളത്തേക്കുള്ള ഒരു ബ്ലൗസ് അവർ ഓൺലൈൻ വഴി വെച്ച് കിട്ടിയുള്ളൂ. പിന്നെ ഒരു ബ്ലൗസും കൂടെ വേണം.
അയ്യോ അത് പറഞ്ഞപ്പോഴേ എൻ്റെ സെറ്റ് സാരിക്കും ബ്ലൗസ് എടുക്കണമായിരുന്നല്ലോ. ശോ, പിന്നെ വീട്ടിലിട്ട് പോകണമല്ലോ. ഇനിയിപ്പോൾ അത് വേണ്ട, പോട്ടെ. ഉള്ള ബ്ലൗസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ ബ്ലൗസ് തുണി എടുത്തില്ല കൂട്ടുകാരെ. അയ്യോ, സെറ്റ് സാരി എടുത്തില്ല, ഇനി ബ്ലൗസ് എടുക്കുന്നില്ല. ഒരു ബ്ലൗസ് ഉണ്ട് അതിന് ചേരുന്നത്, പക്ഷേ ഇച്ചിരി ഡാർക്ക് കളറാണ്, എനിക്ക് അത്ര ലൈറ്റ് കളറാണ് സെറ്റ് സാരി. അപ്പോൾ അതുകൊണ്ടൊരു പിന്നെ ഇനി അത് മതി. നമ്മൾ പ്രത്യേകിച്ച് എങ്ങും പോകുന്നില്ല, വീട്ടിൽ വരെ പോകുന്നതൊക്കെ അല്ലല്ലോ, അത് മതി എന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്താ, ഇവിടെ പിന്നെ ഒരു വള്ളി വെക്കണം ബാക്കിൽ. അതിൻ്റെ കഴുത്തങ്ങ് തോളങ്ങ് ഇറങ്ങിപ്പോയി. പൊട്ടില്ല കേട്ടോ, പൊട്ട് തീർന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചായിരുന്നു, ചെറിയ പൊട്ടില്ലാന്ന്, വലിയ പൊട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് മുഖത്തൊട്ടിച്ചപ്പോൾ മോളെന്നെ മടുപ്പ് വന്നിരിക്കും. വെള്ളോട്ട് വരുമ്പോൾ ആ പൊട്ടിട്ട് വീട്ടിൽ വേണേൽ ഒട്ടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട്. അവൾ ഭയങ്കര പോരാ, വൃത്തിക്കൊക്കെ നടക്കണമെന്ന് പറഞ്ഞവർക്ക് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടുള്ള ഞാൻ വെച്ചേക്കാൻ അതുകൊണ്ട് ഞാൻ പൊട്ട് വെച്ചില്ല, അന്ന് ഇങ്ങനെ പോന്നു. പിന്നെ നമ്മുടെ വണ്ടി വെക്കുന്നിടത്ത് വന്നു. പിന്നെ ഞാൻ വണ്ടിയിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബസ്സിന് പിന്നെ അങ്ങോട്ട് പോവാം. അങ്ങ് വരെ വണ്ടിക്ക് പോകുന്നില്ല. എന്ത് അപ്പോൾ അങ്ങനെ പോട്ടെ കേട്ടോ. മോളവിടെ പത്തൻ്റെ നിൽക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഏട്ടനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ വണ്ടി നമ്മുടെ ജംഗ്ഷനിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ബസ്സിന് കയറി. എനിക്കൊരു വേനാടിൻ്റെ വണ്ടിയാണ് കിട്ടിയത്. അപ്പോൾ അതിന് കയറി അങ്ങോട്ട് സ്റ്റാൻഡിലോട്ട് പോകുമായിരുന്നു, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ പത്തനംതിട്ട ചെന്നപ്പോൾ പഴയ സ്റ്റാൻഡിൻ്റെ അതിലേക്കൂടെയാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ നല്ല തിരക്കാണ് കൂട്ടുകാരെ റോഡിലൊക്കെ കേട്ടോ. വണ്ടികളൊക്കെ ബ്ലോക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ കോഴഞ്ചേരി ജംഗ്ഷനിൻ്റെ അവിടെ ആണെങ്കിൽ അങ്ങോട്ട് തിരിയുന്ന ഭാഗത്താണെങ്കിൽ അങ്ങോട്ട് വന്നപ്പം അവിടെ ആണെങ്കിൽ അതിനേക്കാട്ടി എത്ര അടുത്ത് ബസ് നിർത്തിയാണ് വന്നതെന്നറിയാവോ. ഭയങ്കര ബ്ലോക്ക്, സിഗ്നലിനോടൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അതേപോലെ ഇപ്പം നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്ക്. ഞങ്ങൾ തിരിച്ച് വൈകിട്ട് ഇങ്ങോട്ട് പോരാൻ നേരം അതുപോലെ തന്നെയായിരുന്നു. വണ്ടികളെല്ലാം ബ്ലോക്കാണ്, നല്ല തിരക്കായി തുടങ്ങി. അങ്ങനെ അപ്പം ഞാൻ അങ്ങോട്ട് ബസ്സിന് പോയി. വണ്ടി കൊണ്ടുപോയില്ല, ബസ്സിന് അങ്ങ് പോയായിരുന്നു. അങ്ങനെ നമ്മൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലെത്തി കൂട്ടുകാരെ. അപ്പോൾ ബസ് ഇങ്ങോട്ട് ഇറങ്ങി. ഒത്തിരി നാളുകളായി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ബസ്സിൽ പോയി ഇറങ്ങിയിട്ട്. കൂടുതലും ചിലപ്പോൾ പ്രൈവറ്റ് ബസ്സിനൊക്കെ പോയിട്ട് നമ്മളിവിടെ ഇറങ്ങുന്നില്ല, അപ്പുറത്ത് പ്രൈവറ്റ് സ്റ്റാൻഡല്ലേ ഇറങ്ങുന്നത്. അങ്ങോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ കുറച്ചങ്ങോട്ട് നടക്കണമായിരുന്നു പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോകാനായിട്ട്. അപ്പം അങ്ങനെ അങ്ങോട്ട് നടന്നു നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ മോളും കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇച്ചിരി നേരത്തെ ഇറങ്ങി കൂട്ടുകാരിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ സാധനം മേടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് ചെന്നത്.